ഓൺലി സക്സസ്ഫുൾ പേഴ്സൺ വാണ്ട്സ് യു ടു ബി സക്സസ്ഫുൾ. ഒരു കാര്യത്തിൽ സക്സസ് ആവണം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് ആയി ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് ആക്ച്വലി പേപ്പർ പ്ലെയിൻസ്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്തെങ്കിലും ഒരു യൂണിക്നെസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ഫുൾഫില്ലായി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം. 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. ഒരു കമ്പനിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കുറേയധികം പ്രഷേഴ്സും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇത്രയും ഡിഫിക്കൽട്ടാണെങ്കിലും ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ പ്രഷർ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവിടെ 2 തരത്തിൽ ആക്ച്വലി ഒരു പേഴ്സണൽ ജോലി കിട്ടണം. ഒന്ന് ബേസ്ഡ് ഓൺ ദ സ്കിൽ, ആൻഡ് സെക്കൻഡ് അവനെ കൊണ്ട് എന്താ കിട്ടുക ആ കമ്പനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് അവനെ യൂസ് ചെയ്യും. ഇത് കുറേ കോർപ്പറേറ്റ്സ് ചെയ്യുന്നുണ്ട്. മേ ബി കുറേ പേര് നെഗറ്റീവായിട്ട് ചിന്തിക്കും എന്നെക്കുറിച്ച്. ബട്ട് ദിസ് ഇസ് എ റിയൽ തിങ്. ചെയ്യുന്ന ഏത് ഇൻഡസ്ട്രീസ് ആണെങ്കിലും സ്കില്ലില്ലെങ്കിൽ ആർക്കും ആവശ്യമില്ല. യങ്സ്റ്റേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു നീഡ് ടു ഡെവലപ്പ് എ സ്കിൽ. ഹായ്, വെൽക്കം ടു സിഒ സ്ക്വയർ അൺപ്ലഗ്ഡ് ആൻഡ് ഇറ്റ്സ് കീർത്തി. സോ കേരളത്തിൽ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ളൊരു മേഖല അത്രയും വാസ്റ്റായിട്ട് അറിയാത്തൊരു കാലത്ത് കേരളത്തിലെ തന്നെ യങ്ങസ്റ്റ് സെലിബ്രിറ്റി മാനേജറായ ഒരു വ്യക്തിയാണ് ഇന്ന് ഹോട്ട് സീറ്റിലിരിക്കുന്നത്. വെൽക്കം സ്റ്റീഫൻ ടു ദ സിഒ സ്ക്വയർ അൺപ്ലഗ്ഡ്. താങ്ക് യു കീർത്തി. ഹൗ ഡു യു ഫീൽ? ഐ ആം ഗ്രേറ്റ്. യെസ്. Okay, so I know we had our conversations and I know who Stephen is. Our people might know who Stephen is. So who is Stephen? So I'm Stephen. Basically I'm from Palakkad. Then ഞാനിവിടെ കൊച്ചിയിൽ വന്നിട്ട് ഏകദേശം ഒരു 2 years ആയിട്ടുള്ളൂ. ആൻഡ് എൻ്റെ സ്റ്റഡീസ് എല്ലാം കോയമ്പത്തൂരായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കുറച്ച് വർക്ക്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കൊച്ചിയിലോട്ട് വന്നത്. ആൻഡ് ആഫ്റ്റർ 1 year we started a company called Paper Planes International Group. Okay. And we are into celebrity management and influence marketing mainly. So ഞങ്ങൾക്കിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ് ആൻഡ് സാസ് മാർക്കറ്റിംഗ്. So yeah, that's it. That is Stephen. So what does actually Paper Plane does? പേപ്പർ പ്ലെയിൻസിൻ്റെ ഒരു ഇനീഷ്യൽ ഗ്രോത്ത് എന്നോ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ 2019 ആഫ്റ്റർ മൈ 12th ഞാൻ ഐ എം ഡൂയിങ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. സോ യു നോ വാട്ട്, ഉസ്താദ് ഹോട്ടൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് പോയതാണ് ആക്ച്വലി. ബട്ട് അങ്ങനെയല്ല പിന്നെ എൻ്റെ ലൈഫ് പോയത്. സോ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് ഫിലിം ഗ്രൂപ്പ്സിലും അല്ലെങ്കിൽ ഫിലിംസിന് അല്ലെങ്കിൽ മൂവീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ വാസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സോ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് കാര്യങ്ങൾ വരുന്നത് ഞാൻ 2019 ആൻഡ് ഈ ഒരു മൂവി ഗ്രൂപ്പ്സിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ദർ ഈസ് എ പേഴ്സൺ, ഹിസ് നെയിം ഈസ് ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ ഹിസ് നെയിം, സോറി അബൌട്ട് ദാറ്റ്. ആൻഡ് ആളെന്നോട് ചോദിച്ചു, ജസ്റ്റ് റാൻഡമായിട്ടൊരു മെസ്സേജ് ഇട്ടു ഗ്രൂപ്പിൽ, ആർക്കെങ്കിലും ആൻ്റണി പെപ്പേനെ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൂ ഈസ് ആൻ്റണി പെപ്പെ ദാറ്റ് ടൈം. ഓക്കെ, ആരും റിപ്ലൈ കൊടുത്തില്ല. ബട്ട് ഐ സെഡ് ഐ ഹാവ്, എനിക്ക് കണക്ഷൻ ഉണ്ട്. സോ ആളെനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഹീ വാണ്ട്സ് ടു ലൈക്ക് ഡു എ ഫിലിം വിത്ത് ഹിം. ആൻഡ് അങ്ങനെ ഡീറ്റെയിൽസ് എന്നോട് ഷെയർ ചെയ്തപ്പോൾ ഞാനും കുറച്ച് ഇൻട്രസ്റ്റഡ് ആയി. സോ എനിക്കറിയില്ല, ഞാൻ അന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൻ്റണി പെപ്പെ ആരാണെന്ന്. ഓക്കെ, ദാറ്റ് ടൈം. ആൻഡ് ആഫ്റ്റർ സം ഡേയ്സ് ഞാൻ വേറെ രീതിയിൽ കുറേ കണക്ട് ചെയ്യാൻ നോക്കി. ആൻഡ് വിത്ത് ഞാൻ ആളുടെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്തു, അവരുടെ കണക്ഷൻസ് ബിൽഡ് ചെയ്തു. സോ ഞാൻ എൻ്റെ ഒരു നീഡ് ഇൻഡയറക്ട്ലി ഞാൻ പ്ലേസ് ചെയ്തു അവിടെ. സോ ആൻഡ് ദ നെക്സ്റ്റ് ഡേ എനിക്കൊരു വോയിസ് ഫോർവേഡ് മെസ്സേജ് വരികയാണ്. സോ ഇറ്റ് വാസ് ആൻ്റണി പെപ്പെ. സോ ഐ ഫീൽ ഗ്രേറ്റ്. ഓക്കെ, എനിക്ക് പറ്റുന്നുണ്ട്, ഫൈൻ. ആൻഡ് ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്തു. ദെൻ ഈ ആ ഒരു ഫിലിം നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ബട്ട് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഒരു എന്താ പറയുക, ഒരു കോർഡിനേഷൻ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ സം ഡേയ്സ് കുറേ ഇതുപോലെ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഐ വോണ്ട് സേ നോ, ഞാൻ ഒരിക്കലും ഒന്നിനോടും പറയില്ല ഐ വോണ്ട് സേ നോ. ഞാൻ വർക്കുകൾ കണ്ടിന്യൂ ചെയ്തു, എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തു. സോ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ദെൻ ഐ മെയ്ഡ് കോണ്ടാക്ട് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ സ്റ്റഡീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ഞാൻ എൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ഞാൻ ജോബിന് പോയില്ല, ഐ ഡ്രോപ്പ് ദാറ്റ്. ദെൻ ഞാൻ BBA സ്റ്റഡീസിൽ ചെയ്യാനായിട്ട് പോയി. സോ ഡ്യൂറിങ് മൈ BBA, ലൈക്ക് ബേസിക്കലി ഐ എം ആൻ ആർട്ടിസ്റ്റ്. സോ ഐ എം ജസ്റ്റ് എ ഗിറ്റാറിസ്റ്റ്, നോട്ട് ലൈക്ക് എ പ്രോ. ഓക്കെ, ജസ്റ്റ്
സോ ആ ഒരു ടൈമിൽ കോളേജിൻ്റെ കൾച്ചറൽ ആക്ടിവിറ്റീസിലെല്ലാം ഞാൻ ലൈവ് ആയിരുന്നു. ആൻഡ് എനിക്ക് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്തെങ്കിലും ഒരു യൂണിക്നെസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ഫുൾഫില്ലായി ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു. സോ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഒരു റിട്ടേൺ ഓഫ് ഒന്നും പ്രതീക്ഷിക്കാതെ ഫുള്ളി ലൈവായി നിൽക്കും. ഓക്കെ, മെയിൻലി ഇൻ കൾച്ചർ. സോ ഞാൻ റിസ്ക് എടുത്തിട്ട് അവിടെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തു. ഐ തിങ്ക് ഇതിനു മുമ്പ് അങ്ങനെ ആരും ചെയ്തിട്ടില്ല കോളേജസിൽ. സോ മേ ബി അവർക്ക് ആ തോട്ട് പോകാത്തായിരിക്കും, ഐ ഡോണ്ട് നോ. പക്ഷെ ഞാനത് ചെയ്ത് കഴിഞ്ഞ് ഓരോ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാനതിൽ മണിയോ അല്ലെങ്കിൽ വേറൊരു പ്രൊമോഷൻസ് എന്നുള്ള രീതിയിലല്ല. സോ ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ഡൂയിങ് ദാറ്റ്. അതിൻ്റെ ബാക്ക് വർക്ക്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹെഡേക്കാണ്. ഇപ്പോൾ നോർമലി ഒരു ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു കമ്പനിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കുറേ അധികം പ്രഷേഴ്സും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കമ്പനീനെ സംബന്ധിച്ചോളം ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ബ്രിഡ്ജ് ആക്ച്വലി. സോ എല്ലാ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളും മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. സോ ഇത്രയും ഡിഫിക്കൽട്ടാണെങ്കിലും ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ പ്രഷർ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. സോ ഈ ഒരു വേയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് എൻ്റെ കരിയറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ജേണി എന്ന് പറയാനായിട്ടൊരു പ്രത്യേകത്തിലുള്ള സ്റ്റോറി ഒന്നുമില്ല ആക്ച്വലി. കാരണം ഈവൻ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആ ഇൻഡസ്ട്രിയിൽ എൻ്റർ ആവുന്നതിന് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ആളുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും, ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ കാര്യങ്ങളായിരിക്കും. ആ ഒരു പ്രഷർ വരുമ്പോഴാണ് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ടോ അല്ലെങ്കിൽ ആൾ മെയിൻലി ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ആവുന്നത്. ആക്ച്വലി 90% ബിസിനസ് ഓണേഴ്സ് അങ്ങനെയാണ് ഇപ്പോൾ സക്സസ്ഫുൾ ആയിരിക്കുന്നത്. സോ എൻ്റെയും സെയിം തന്നെ, എല്ലാവരുടെയും ഡിഫറെൻറ്റ് മൈൻഡ്സ് ആയതുകൊണ്ടും ഡിഫറെൻറ്റ് സ്റ്റോറീസാണ്. സോ എനിക്കും ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണുള്ളത്. ആൻഡ് 2023 ഞാൻ ആക്ച്വലി ഐ ഫൗണ്ട് മൈ സെൽഫ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ടു പേഴ്സണൽ, സോ ഞാൻ അധികം അത് ഷെയർ ചെയ്യുന്നില്ല. എന്നാലും ആ സമയത്ത് എൻ്റെ സിറ്റുവേഷൻസും എൻ്റെ കൂടെയുള്ളവരാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുന്ന രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഐ എം എ ബിഗ് സീറോ ആക്ച്വലി. സോ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരു കോളേജ് പ്ലേസ്മെൻറ്റ്സ് കയറിയിട്ട് ജോബിന് പോയ സമയത്ത് എനിക്ക് പ്ലേസ്മെൻറ്റ്സ് കിട്ടി. നല്ല അത്യാവശ്യം ഒരു ബേസിക് സാലറിയിൽ തന്നെ കുഴപ്പമില്ലാത്ത ജോബ് കിട്ടി. ബട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചെയ്യുന്ന ജോബും അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ജോബും തമ്മിലൊരു കണക്ഷൻ ഇല്ല. ഓക്കെ, ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു ടെലികോളിംഗ് നിങ്ങൾക്ക് BBA പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം സോ ആ ഒരു ഇൻഡസ്ട്രി ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു വേ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എന്നെ തന്നെ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞ പോലെ 2023 എൻ്റെ കോളേജ് ഡേയ്സ് എൻഡ് ആവാറാവുന്ന ആ ഒരു ടൈമിൽ ഞാൻ കൂടുതൽ നല്ല രീതിയിൽ സഫർ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി മെൻ്റലി നല്ല രീതിയിൽ സഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 2023 ആ ഒരു ടൈമിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നോക്കുന്നത്. എൻ്റെ ഒരു അന്നത്തെ റൊട്ടീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഈവൻ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യണം, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഞാൻ കുറേ ജോബ്സിന് അപ്ലൈ ചെയ്തു. എൻ്റെ ഒരു റൊട്ടീൻ ലൈക്ക് മോർണിംഗ് എണീക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂ കോൾസ് വരുമ്പോഴേക്കും ഞാൻ എണീക്കുന്നു, ഫോൺ കോളോ ഇൻ്റർവ്യൂ, ആൻഡ് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീണ്ടും നൗക്കറിയിലോ ലിങ്ക്ഡിനിലോ ജോബ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ടു ബി ഹോണസ്റ്റ് ഡ്രൈവർ ജോലിക്ക് വരെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സോ എൻ്റെ ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ലൈഫൊന്ന് സെറ്റ് ചെയ്യാന്നുള്ളൊരു താല്പര്യമായിരുന്നു. പക്ഷേ അതിൽ എൻ്റെ ഒരു എഫേർട്ട് ഉണ്ടാവണം. ഓക്കെ, അതായിരുന്നു എനിക്കുണ്ടായിരുന്നൊരു താല്പര്യം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഒന്നും കൂടെ റീതിങ്ക് ചെയ്ത് എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നാരോ ചെയ്ത് ഓക്കെ ഒരു ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാണ്ട് നോക്കുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2023 പറയുമ്പോൾ തന്നെ വലിയ രീതിയിൽ അത് ഓൾറെഡി ലൈവാണ് ആക്ച്വലി. കുറേ ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ട്, ഓഫ് കോഴ്സ് ഇപ്പോൾ നല്ല ലൈവാണ്. പക്ഷേ അന്നാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള തോട്ട് പോകുന്നത്. ദാറ്റ് മീൻസ് എൻ്റെ സറൗണ്ടിങ്സും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ളവരാണെങ്കിലും എനിക്കൊരു അഡ്വൈസ് തരാനായിട്ടൊരു പേഴ്സൺ ഇല്ല ഇതിനെക്കുറിച്ച്. ആ ഒരു അത്രയും ലേറ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ അത്രയും ടൈം മിസ് ചെയ്തെന്ന് ഞാൻ ഇപ്പോൾ ഈ ഒരു ഏജിലും ഞാൻ ചിന്തിക്കുന്നുണ്ട് ആ ഒരു ടൈം മിസ് ചെയ്തെന്നുള്ളത്. സോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. സെൽഫ് ലേണിംഗ് ആണ്, ഞാൻ ഒരു കോഴ്സും പഠിച്ചിട്ടില്ല ആക്ച്വലി. സോ ഒരു കാര്യത്തിൽ സക്സസ് ആവണം അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് ആയി ചെയ്യണം എന്നൊരു
മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. യാ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ കണ്ടൊരു വാട്ട് ടു സേ ഒരു ലൂപ്പ് ഹോളാണ്. ഇഫ് എവറി വൺ ഡൂയിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബട്ട് പ്രോപ്പർലി ചെയ്യുന്നത് വളരെ കുറവാണ്. ഓക്കെ, സോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് B2B ചെയ്യുന്നുണ്ട്, B2C ചെയ്യുന്നുണ്ട്, എല്ലാ കമ്പനീസിനും ചെയ്തു കൊടുക്കും. ബട്ട് ഇപ്പോൾ സെലിബ്രിറ്റീസിന് ചെയ്യുന്ന മാർക്കറ്റിംഗ് അല്ല ഒരു ബ്രാൻഡിന് ചെയ്യേണ്ടത്. ആൻഡ് ഒരു B2C ബ്രാൻഡിന് ചെയ്യേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല ഒരു സാസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്ട്സിന് ചെയ്യുന്നുണ്ട്. സോ സോഫ്റ്റ്വെയർ മാർക്കറ്റിങ്ങിൽ ഞാൻ കണ്ട് അത് സ്റ്റിൽ ഉള്ളൊരു കാര്യമാണ്. എല്ലാവരും ജസ്റ്റ് നോർമൽ ബ്രാൻഡിങ്ങും നോർമൽ സ്ട്രാറ്റജീസും മാത്രമേ ചെയ്യുന്നത്. പകരം അതിൽ ഇൻഡെപ്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറേ അധികം ഉണ്ട്. ഈവൻ ദോ ചാനൽ ഡെവലപ്മെൻറ്റ് പാർട്ട്നേഴ്സ് എവറിത്തിങ്. കാരണം ഈ ഒരു പേഴ്സൺ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹി നോ ഹൗ ടു മാർക്കറ്റ്. ഓക്കെ, എവറി വൺ നോ ഹൗ ടു ഡു ബിസിനസ്, ബട്ട് സ്റ്റിൽ ബിസിനസ് കോച്ചസ് ഉണ്ട്. ഓക്കെ, സോ ഞാൻ പോയിന്റിലോട്ട് വന്നിട്ടാ സാസ് മാർക്കറ്റിങ്ങിൽ ഞാൻ കണ്ട അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാനിവിടെ കൊച്ചിയിലുള്ളൊരു കമ്പനീനെ അപ്രോച്ച് ചെയ്തു. ആൻഡ് ഞാൻ സംസാരിച്ചപ്പോൾ അവർ എന്നോടത്ത് അതിൻ്റെ ഫൗണ്ടറിൻ്റെ അടുത്ത് ചോദിച്ചു നിനക്കെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, സോ ഞാനത് ഓക്കെ ഞാൻ സംസാരിച്ചിട്ട് പറയാം, എനിക്ക് സോഷ്യൽ മീഡിയസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ആൻഡ് ആ ഒരു ടൈമിൽ എനിക്ക് ഒരു ലിമിറ്റഡ് ഐഡിയ ആണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ജസ്റ്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, സോ സെയിൽസ് ഈസ് ഡിഫറെൻറ്റ്, മാർക്കറ്റിംഗ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക് ആൻഡ് ഇറ്റ്സ് എ പാഷൻ മീൻസ് ആ ഒരു സെയിം വേ തന്നെയാണ് ഒരു സെയിൽസ് എന്ന് പറഞ്ഞാൽ. ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുക, ഒരു ക്ലയൻറ്റ് മീറ്റിങ്സിൽ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. സോ ലൈക്ക് ദാറ്റ് ഇറ്റ്സ് ലൈക്ക് എ പാഷൻ ആക്ച്വലി. സോ അതെല്ലാം എനിക്ക് ഈ ഒരു സ്റ്റേജിലാണ് മനസ്സിലായത്. ആൻഡ് ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അന്നും എനിക്കിതിനെക്കുറിച്ച് തോട്ടില്ല, ഞാൻ പറഞ്ഞ പോലെ. സോ അവിടെ ആ ജോബ് കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതൽ പഠിക്കുന്നതൊക്കെ. സോ ഇറ്റ്സ് എ MNC ആൻഡ് ഒരു ഫ്രഷറിന് ആക്ച്വലി ആ ഒരു പൊസിഷനോ അല്ലെങ്കിൽ കിട്ടില്ല. ഞാനവിടെ സോഷ്യൽ മീഡിയ മാനേജറായിട്ടാണ് ജോയിൻ ചെയ്തത്. ആൻഡ് വിത്തിൻ 2 months ഞാൻ ഡയറക്റ്റ്ലി മാർക്കറ്റിംഗ് ഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. യാ, സോ ഞാൻ നോക്കിയപ്പോൾ ഇറ്റ്സ് ലൈക്ക് എൻ MNC. ഓക്കെ, ഐ എം ഡൂയിങ് ഗ്രേറ്റ്, ഫൈൻ. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് കമ്പനി സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദേ ആർ, ബട്ട് ലേറ്റർ ഒരു 1 year ഒക്കെ കഴിയാറായപ്പോൾ ഞാൻ ഭയങ്കര അൺപ്രൊഡക്റ്റീവായി തുടങ്ങി. കാരണം എനിക്ക് എപ്പോഴും ഒരു ലാപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല. ആൻഡ് ഐ എം നോട്ട് സേയിങ് 6 to 9 ജോബ് ഒരു വേസ്റ്റ് ആണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ആൻഡ് അതിൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ആൻഡ് അതിനൊരു ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്യും. ആഫ്റ്റർ 1 year ഞാൻ ആ ജോബ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഓക്കെ, സോ ആ ഒരു ടൈമിലാണ് ഞാൻ പേപ്പർ പ്ലെയിൻസിൽ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ചിന്തിച്ച് വരുന്നത്. ഈവൻ ദോ അതിൻ്റെ ഒരു ഐഡിയ എൻ്റെ അല്ല, എൻ്റെ ബ്രദേഴ്സിൻ്റെയാണ് ആക്ച്വലി. ആൻഡ് ഞങ്ങൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, ഓക്കെ എന്തെങ്കിലും ഒരു ഫാമിലി ബിസിനസ്സോ അല്ലെങ്കിൽ ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളത്. സോ വിത്തൗട്ട് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് നോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഞങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. സോ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് ആക്ച്വലി പേപ്പർ പ്ലെയിൻസ്. ഞങ്ങൾ 2024 ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അതിൻ്റെ രജിസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തു വന്നപ്പോൾ തന്നെ ഡിസംബറായി. ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തത് 25th December. ആൻഡ് ഐ തിങ്ക് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 year ആയി. ബട്ട് നമുക്ക് നോർമലി അങ്ങനെ പറയാൻ പറ്റില്ല 1 year ആയെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഞങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാനിതിൽ ഒരു 4 years ആയിട്ട് ഞാൻ ഈ ഒരു സെലിബ്രിറ്റി മാനേജ്മെൻറ്റോ ആ ഒരു കാര്യങ്ങളെല്ലാം ഫ്രീലാൻസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു വിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പഠിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. ബട്ട് ഐ നോ ഹൗ ടു മാർക്കറ്റ്. So how old were you when you started your journey? It's on 18. So when I was 18. Okay, you started your journey when you were 18 and as an 18-year-old with zero experience. ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഈ ഒരു ഫീൽഡിൽ എക്സെപ്റ്റ് ദാറ്റ് കോൺഫിഡൻസ് യു ഹാഡ് ആൻഡ് യു സസ്റ്റെയിൻഡ് ഇൻ ദ മാർക്കറ്റ് ഫോർ 4 years now, like for 5 years now. ആൻഡ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്തത് ഓൾ ദിസ് ജേർണി ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ഓൾ ദോസ് പ്രോബ്ലംസ്? സോ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക്
ദ മെയിൻ തിങ് ഇസ് നോ എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഇനീഷ്യലി ഞാനൊരു ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നില്ല. കാരണം ഓഫ് കോഴ്സ് ഞാനൊരു ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ ഞാൻ പേപ്പർ പ്ലെയിൻസിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് ഒരു ഇതിൻ്റെ ഡിഫിക്കൽട്ട് മനസ്സിലായത്. കാരണം എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു പുതിയൊരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് ദേ വിൽ ആസ്ക് ഓക്കെ ഹു ആർ യു. ഓക്കെ, എനിക്ക് അതിനൊരു പ്രോപ്പർ ആൻസർ ഇല്ല. സോ ഞാൻ ജസ്റ്റ് പറയണം ഓക്കെ എനിക്കൊരു കമ്പനി ഉണ്ട്, ദ നെയിം ഇസ് പേപ്പർ പ്ലെയിൻസ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങളുടെ വർക്കുകൾ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഷോ ദം. ഓക്കെ, ഈവൻ ദോ സെയിം തിങ് തന്നെയാണ് ഞാൻ ചില സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് പോയപ്പോഴും അപ്രോച്ച് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയത്. കാരണം ഓഫ് കോഴ്സ് അറ്റ് ദ ലാസ്റ്റ് അത് അവരുടെ ഒരു ഇമേജാണ് ആക്ച്വലി മെയിൻറ്റെയിനിങ് ഓർ മാനേജിങ് എവറിഥിങ്. ഇറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് സർവീസസ് ഉണ്ട്. സോ അതിൻ്റെ ഒരു ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പേഴ്സൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ പോലും ഓക്കെ ലൈക്ക് എ ബ്രാൻഡിങ്, സോ അത് ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ ഫുള്ളി ഒരു ഡിഫിക്കൽട്ട് ഉണ്ട് ആക്ച്വലി. ഓക്കെ, അവർ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ആൻഡ് ദ മാർക്കറ്റിംഗ്, സോ കോമ്പറ്റീഷൻസ് നല്ല രീതിയിലുണ്ട്. ആൻഡ് ഈ ഒരു ഐ തിങ്ക് 2025 ഐ തിങ്ക് എല്ലാവരും ഒരു കൊളാബ് ചെയ്തിട്ട് വർക്ക് ചെയ്തത്, നോട്ട് കോമ്പറ്റീഷൻ. സോ കോമ്പറ്റീഷൻസ് എല്ലാം മുമ്പായിരുന്നു. ബട്ട് എന്നാലും സ്റ്റിൽ നമുക്ക് ഒരു യൂണിക്നെസ്, USP എന്നൊക്കെ പറയുന്ന പോലെ അത് കിട്ടണം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആക്ച്വലി ഇനീഷ്യലി. സോ ദ സ്ട്രഗ്ലിംഗ് വാസ് റിയലി ലൈക്ക് നല്ല രീതിയിൽ ഇറ്റ്സ് റിയലി ഹാർഡ്. ആൻഡ് കൊച്ചിയിൽ ഞാൻ ആ ഒരു ടൈമിലിരിക്കുമ്പോഴും ഒരു കംഫർട്ട് സോണിലോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എനിക്ക് ഫുഡ് കിട്ടും, അവർ ഞാൻ ടേക്ക് കെയർ ചെയ്യും, നല്ല രീതിയിൽ നോക്കും, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ കംഫർട്ട് സോൺ ആക്ച്വലി. ഓക്കെ, ലൈക്ക് ഒരു കോളേജ് ലൈഫ് പറയുന്ന ഒരു കംഫർട്ട് സോണാണ്. ആൻഡ് നമ്മളുടെ വീട് എന്ന് പറയുന്ന ഒരു ഭയങ്കര കംഫർട്ട് സോണാണ്. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. സോ കോളേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളി എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ, അങ്ങനെയാണ് സെയിം തിങ്. ആൻഡ് സോ അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകാനോ അല്ലെങ്കിൽ കൂടുതൽ കണക്ഷൻസ് മേക്ക് ചെയ്യാൻ ഞാൻ നോക്കിയില്ല. കാരണം കണക്ഷൻസ് മേക്ക് ചെയ്താൽ ഓഫ് കോഴ്സ് എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും, റൈറ്റ്? എന്നെ അവർ ടേക്ക് കെയർ ചെയ്തോളും, എന്നെ നോക്കിക്കോളും, എൻ്റെ കാര്യങ്ങൾ ചെയ്തോളും. ബട്ട് ഐ റിയലി ലവ് ദ സർവൈവിങ്. ഓഫ് കോഴ്സ് നമ്മൾ കുറേ കാര്യങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്താലും മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഇതിൻ്റെ ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ 6 months എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ റിയലി ഹാർഡ്, ഇറ്റ്സ് റിയലി ഹാർഡ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലൈക്ക് എനിക്കൊരു എന്താ പറയുക, ഒരു സ്റ്റേജും ഇല്ല, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന കുറേ ലീഡ്സ് വരും, മേ ബി ഈവൻ ദോ പൊട്ടൻഷ്യൽ ലീഡ്സ് വരുമായിരിക്കും. പക്ഷേ വൺസ് നമ്മൾ എനിക്കറിയില്ല എങ്ങനെ ഒരു ക്ലയൻറ്റിനെ ക്ലോസ് ചെയ്യേണ്ടതെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല. സോ ഓരോ സ്റ്റെപ്പിലും എവിടെയെങ്കിലും ഒരു ഫോൾട്ട് വരുമായിരുന്നു. ആൻഡ് ഒരു ആഫ്റ്റർ സം ഡേയ്സ് ലൈക്ക് എന്താ പറയുക, വീട്ടുകാർ തന്നെ ചോദിക്കാൻ തുടങ്ങി എന്തിനാ ജോബ് റിസൈൻ ചെയ്തത്, നെക്സ്റ്റ് ജോബ് നോക്കായിരുന്നു. ആൻഡ് സെയിം തിങ് തന്നെ ഞാൻ എല്ലായിടത്തും ഞാൻ തന്നെ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി അബൌട്ട് പേപ്പർ പ്ലെയിൻസ്. സോ പേപ്പർ പ്ലെയിൻസ് എന്നുള്ളൊരു നെയിം എല്ലായിടത്തും മൈൻഡിൽ സ്റ്റക്കായി. ഈവൻ ദോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും നാനോ ഇൻഫ്ലുവൻസേഴ്സ്, മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ്, അവർക്ക് അറിയാൻ പറ്റും പേപ്പർ പ്ലെയിൻസ് എന്താ. ആൻഡ് അറ്റ്ലീസ്റ്റ് നോർമൽ ബ്രാൻഡ്സ്, കാരണം ഒരു എൻക്വയറി വരുമ്പോൾ ഓഫ് കോഴ്സ് ആ ബ്രാൻഡിന് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബ്രാൻഡ് അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ആവും. നെക്സ്റ്റ് ടൈം അവർക്കൊരു ലീഡോ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർമെൻറ്റ് വരുമ്പോൾ അവർ നമ്മളെ കണക്ട് ചെയ്യും. സോ ലൈക്ക് ദാറ്റ്. സോ അതൊരു പകുതി വഴിയിൽ ഡ്രോപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ആക്ച്വലി. സോ ഞാനത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ആക്ച്വലി. ആൻഡ് ആഫ്റ്റർ 6 months അപ്പോഴാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഗ്രോത്ത് വരുന്നത് എനിക്ക്, ഇനീഷ്യൽ ഗ്രോത്ത്. ഓക്കെ, ഇനീഷ്യൽ ഗ്രോത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാലറീഡ് ആയിരുന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു പേയ്മെൻ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ പോലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ അധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ എനിക്ക് എൻ്റെ സാലറി വന്നു കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിൽ ടൈമർ വയ്ക്കും. ഓക്കെ, വിത്തിൻ 10 months അത് ഫുൾ കംപ്ലീറ്റ് ആവും. ആൻഡ് നെക്സ്റ്റ് മന്ത് ഞാൻ വീണ്ടും അവിടെ വർക്ക് ചെയ്യണം. ആൻഡ് വീണ്ടും നെക്സ്റ്റ് പേയ്മെൻറ്റ്സിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. സോ ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാനത് റീതിങ്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്കൊരു ലീഡ് വന്നു. സോ ഞാനതിൽ വർക്ക് ചെയ്തു. ഞാൻ കൊടുത്തു, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തു, ആൻഡ് കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ ലിസ്റ്റ് കൊടുത്തു. ആൻഡ് സോ
ഞാൻ വിചാരിച്ച ഒരു ആസ് യൂഷ്വൽ ലീഡ് വരുന്നു, അത് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നു, അവർ ലീഡ് പോകുന്നു. പോകുന്നു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഞാൻ വിചാരിച്ചു. ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടു. ഞാൻ കോട്ട് ചെയ്തത് ഓക്കെ റാൻഡമായിട്ട് കോട്ട് ചെയ്ത് ജസ്റ്റ് എൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മീഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അതുകൂടെ വെച്ചിട്ട് ഞാൻ കോട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ പിന്നെ അത് തിരിഞ്ഞു നോക്കിയില്ല. ആൻഡ് നെക്സ്റ്റ് ഡേ എനിക്ക് കോൾ വരികയാണ്, കൊട്ടേഷൻ അപ്രൂവ് ആയിട്ടുണ്ട്. ഡീൽ ഈസ് ക്ലോസ്ഡ്. സോ ഞാൻ നോക്കിയപ്പോൾ എനിക്കതിൽ ഒറ്റയടിക്ക് എനിക്ക് നെറ്റ് പ്രോഫിറ്റ് മാത്രം എബോവ് 1.5 നെറ്റ് പ്രോഫിറ്റ് മാത്രം. സോ അപ്പോഴാണ് എനിക്ക് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെലിബ്രിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ ഒരു മാർക്കറ്റ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി. സോ അപ്പോൾ ഇതിന് മുമ്പ് വന്ന ക്ലയൻസ് ഒക്കെ ആണെങ്കിലും ഓക്കെ അവർക്ക് അവരുടെ റിക്വയർമെൻ്റ് ഉണ്ട്, ബട്ട് എനിക്കത് ഞാൻ പ്രോപ്പറായിട്ടല്ല പ്ലേസ് ചെയ്തത്. സോ അവിടെ നിന്നിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി ആർക്കാണ് ഞാനിത് പ്ലേസ് ചെയ്യേണ്ടത് ആക്ച്വലി, എൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആരാണ്. സോ ആ രീതിയിൽ. ആൻഡ് മോസ്റ്റ് ഓഫ് ബ്രാൻഡ്സ് ആണെങ്കിലും എല്ലാവരും ചെയ്യുന്നത് വൺ ടൈം പ്രോഫിറ്റാണ്. ഓക്കെ, സോ ഒരു ക്ലയൻറ്റ് വരിക, അവരുടെ നിന്ന് ഒരു ഫസ്റ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് പിന്നെ അത് ലൈക്ക് അവർ വന്നാലും വന്നില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, ആ രീതിയിൽ ചിന്തിക്കുന്ന ബ്രാൻഡ്സ് ഉണ്ട്. ലൈക്ക് ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് വരുന്നൊരു ബ്രാൻഡിന് ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി ആക്ച്വലി, ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്ഷൻസ്. ഓക്കെ, സോ ഞാൻ കണക്ഷൻസിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. ആൻഡ് എനിക്ക് റിക്വയർമെൻറ്റ് വരികയാണ് അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ അതിൽ മണി ഫോക്കസ് ചെയ്യില്ല. ഓഫ് കോഴ്സ് മണി ഈസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ അറ്റ് ലാസ്റ്റ് ഇവിടെ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾക്ക് സപ്പോർട്ടുമായി നിൽക്കും. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കുറേ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ അവർക്ക് ചെയ്യുന്ന കമ്മീഷൻസോ ഞാൻ അവർക്കൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നോക്കില്ല, ഞാൻ അവർക്ക് വർക്ക് കൊടുക്കും. ഓക്കെ, ഓഫ് കോഴ്സ് എൻ്റെ ഒരു നീഡ് വരുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ വിളിച്ചിട്ട് എനിക്കൊരു പ്രൊമോഷൻ ഒരു വീഡിയോ വേണം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ ചെയ്തു തരും എനിക്ക്, കാരണം അതാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ സെയിം തിങ് ഞാൻ അവർക്ക് ഞാനും പേയ്മെൻറ്റ് എടുത്തു, അവർക്കും ഞാൻ പേയ്മെൻറ്റ് കൊടുത്തു ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ കഴിഞ്ഞു, ഇറ്റ്സ് ക്ലോസ്ഡ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. സോ മേ ബി എനിക്കൊരു വീഡിയോ ഒരു ഇൻഫ്ലുവൻസർ ചെയ്യുന്നതിന് മേ ബി 40 or 45K വരുമായിരിക്കും, എനിക്കത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തിട്ടായിരിക്കും. സോ എവറിത്തിങ് ഒരു ക്ലയൻറ്റ് വരികയാണെങ്കിലും ഞാൻ അതാണ് ചെയ്യുന്നത്, ഒരു ലോങ് ടേം റിലേഷൻ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനൊരു രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ക്ലയൻസുകൾ വരാൻ തുടങ്ങി. സോ ഓരോ ക്ലയൻസിൻ്റെ പ്രോപ്പർ റിക്വയർമെൻറ്റ്സ് എടുത്ത് ആൻഡ് അവരുടെ നീഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്ക് ഏത് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഐ ക്യാൻ പ്രൗഡ്ലി സീ വി ആർ മാനേജിങ് ഓർ വി ഹാവ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് അവർ 1000+ സെലിബ്രിറ്റീസ് ആൻഡ് വി ആർ മാനേജിങ് ഓവർ 20K+ ഇൻഫ്ലുവൻസേഴ്സ് ഇൻ Kerala. Okay. Within this year, 1 year? Yeah, within 1 year. Okay, that is great. And I wanted to ask, the name itself is very unique, Paper Plane. It is very creative. എവിടുന്നാ പേര് കിട്ടിയേ? ഇത് ഈ ഒരു ക്വസ്റ്റൻ ആക്ച്വലി കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ പേപ്പർ പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ഐഡിയ അല്ല. എനിക്കൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിനെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ബ്രദേഴ്സാണ്, മൈ ഓൺ ബ്രദർ ആൻഡ് മൈ കസിൻ ബ്രദർ. സോ അവർ രണ്ടുപേരും ഇപ്പം എൻ്റെ പാർട്ട്നേഴ്സാണ് കമ്പനിയിൽ. സോ അവരുടെ ഒരു സജഷനാണ് ആക്ച്വലി പേപ്പർ പ്ലെയിൻസ്. ഓക്കെ, സോ പേപ്പർ പ്ലെയിൻസ് മീൻസ് യു നോ എയർപ്ലെയിൻ, റൈറ്റ്? സോ വാട്ട് യു തിങ്ക് അബൌട്ട് എയർപ്ലെയിൻ? ലൈക്ക് എന്ത് തോന്നുന്നു ഒരു എയർപ്ലെയിനെ കുറിച്ച്? എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു വാട്ട് യു തിങ്ക്? ഓക്കെ ഫൈൻ. ഞാൻ തന്നെ പറയാം. ആക്ച്വലി നമ്മൾ കുറച്ച് ലോങ് നോക്കുമ്പോൾ ഒരു ലുക്ക് അട്രാക്റ്റീവ്, ഒരു ഇറ്റ്സ് എ സ്മോൾ തിങ് ഗോയിങ്, ആ രീതിയിൽ. ബട്ട് അതിൻ്റെ ഒരു വാട്ട് ടു സേ ഒരു ഫിസിക്സ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മാത്തമാറ്റിക്സ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ടഫ് ആക്ച്വലി. ഓക്കെ, കാരണം ഒരു ഭയങ്കര കോംപ്ലക്സ് മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെയാണ് ഒരു പ്ലെയിൻ പറക്കുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. ബട്ട് ഒരു പേപ്പർ പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു തിങ്ക് ഇറ്റ്സ് റിയലി ഈസി, റൈറ്റ്? നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കുക, ഇത്ര വലിയ കോംപ്ലക്സ് ഒന്നുമില്ല, സിമ്പിൾ തിങ്. സോ ഈ ഒരു സെയിം കോൺസെപ്റ്റാണ് ഞങ്ങളുടെ ക്ലയൻസിനും പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി. ദ കോംപ്ലക്സ് തിങ്ങും ഈവൻ ദോ ഒരു ഈ പേപ്പർ പ്ലെയിനിൻ്റെ പുറകിലും കോംപ്ലക്സ് തിങ് ഉണ്ട് ആക്ച്വലി. അതിൻ്റെ വിൻഡിൻ്റെ സൈഡിലാണെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കി റിയലി ബിഗ് ആക്ച്വലി. സോ ഇതെല്ലാം ഈ കോംപ്ലക്സ് തിങ് എല്ലാം ഞങ്ങൾ മാനേജ് ചെയ്യും. ബട്ട് ഞങ്ങൾ ചെയ്യുന്ന സർവീസസ് എല്ലാം ഇവർക്ക് ഈസി ആയിട്ട് കൊടുക്കും.
So That is this is what actually means. that is a very good placement of words. Like you are placing a quantum physics into something very easier. So that is very thoughtful. നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഹൂ യൂസസ് ദ ടേം പേഴ്സണൽ ബ്രാൻഡിങ്. പക്ഷേ വാട്ട് ഈസ് ആക്ച്വലി പേഴ്സണൽ ബ്രാൻഡിങ്? എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ ആർ ദേ ഡൂയിങ് ഇറ്റ് ഇൻ എ റൈറ്റ് വേ? പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐ തിങ്ക് ഒരു 1 year ഒക്കെ ആയിട്ട് 1.5 year ഒക്കെ ആയിട്ടാണ് കുറച്ചും കൂടി ലൈവ് ആയിരിക്കും. സോ എല്ലാ ഓണ്ടർപ്രണേഴ്സും ഫോക്കസ് ചെയ്യുന്ന പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അവർ സപ്പോർട്ട് ചെയ്യുന്നതും അവർ പ്രൊമോട്ട് ചെയ്യുന്നതും പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. ഐ എം ഡൂയിങ് പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ എല്ലായിടത്തും പറയാറുണ്ട്, വീഡിയോസ് എല്ലാം കാണാറുണ്ട്, ഇറ്റ്സ് ഫൈൻ. ബട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ്, ദേ ജസ്റ്റ് ക്രിയേറ്റ് കോണ്ടൻറ്റ്സ് ആൻഡ് അവർ ഐഡിയാസ് ഷെയർ ചെയ്യും, നോളജ് ഷെയർ ചെയ്യും. ദേ വിൽ സ്പീക്ക് അബൌട്ട് ദിയർ ബിസിനസ്, അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ സർവീസസോ പ്രോഡക്ട്സോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും, അതിൻ്റെ നോളജ് ഷെയർ ചെയ്യും. ബട്ട് ഇറ്റ്സ് നോട്ട് പേഴ്സണൽ ബ്രാൻഡിങ് ആക്ച്വലി. ഓക്കെ, ഇതൊരു ഐ തിങ്ക് 90% ഓർ 99% ബിസിനസ് ഓണേഴ്സും ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ് പേഴ്സണൽ ബ്രാൻഡിങ്. വിച്ച് മീൻസ് നമ്മളൊരു കോണ്ടൻറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് അത് നമ്മുടെ കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തണം. ഓക്കെ, ഇത് 2 തരത്തിൽ പറയാം. ഇതിൽ എല്ലാവരും പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്, ബട്ട് PR ആരും ചെയ്യുന്നില്ല. ഓക്കെ, വി ക്യാൻ ടേക്ക് സെലിബ്രിറ്റീസ്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് വിത്ത് ഓൾ ദെയർ ഫെയിം ദേ സ്റ്റിൽ ഇൻവെസ്റ്റ് ഇൻ PR. വൈ? സോ PR means it's about positioning. Okay, it's not about hype, അല്ലെങ്കിൽ not about faming അല്ലെങ്കിൽ ഫേമസ് ആക്കുക എന്നുള്ളൊരു സംഭവമല്ല. It's about positioning. I think ഇപ്പോഴത്തെ ഓണ്ടർപ്രണേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ആക്ച്വലി PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ഫ്ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ തന്നെ ഓൺ റൂമിൽ അത് ലീവ് ചെയ്തിട്ട് പോകുന്ന പോലെയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബട്ട് PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോപ്പർ സർവീസസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തും. ആൻഡ് അതുമാത്രമല്ല, ദ ഓഡിയൻസ് വിൽ ടോക്ക് അബൌട്ട് യു വെൻ യു ആർ നോട്ട് ഇൻ ദ റൂം. ഓക്കെ, ബട്ട് ജസ്റ്റ് ക്രിയേറ്റിംഗ് കോണ്ടന്റ് മീൻസ് ജസ്റ്റ് യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ സർവീസസ് ഓർ യുവർ ബിസിനസ് ടു യുവർ ഓഡിയൻസ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഓഡിയൻസ് അടുത്ത് സംസാരിക്കുന്ന ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ പേഴ്സണൽ ബ്രാൻഡിങ്. ബട്ട് അതിനൂടെ പ്രോപ്പർ PR കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആക്ച്വലി നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് കിട്ടുള്ളൂ ആക്ച്വലി. So you started off as very early. You were 18, broke, dropped out, and there were a lot of things going on behind the closed doors. So what is your one advice that you have to give to these people who are sitting idle at home, or like very afraid to start off as early, or like very questioning their paths? എനിക്ക് പറയാനായിട്ടുള്ളൊരു 2 പോയിൻ്റാണുള്ളത്. ഓക്കെ, 2 പോയിൻറ്റും എനിക്കൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, സോ ഇന്നലെ CEO സ്ക്വയറിൻ്റെ മീറ്റിങ്ങിൽ ദക്ഷയ്, ഓക്കെ, സോ ആൾ സംസാരിച്ച സമയത്ത് ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലി സക്സസ്ഫുൾ പേഴ്സൺ വാണ്ട്സ് യു ടു ബി സക്സസ്ഫുൾ. ഓക്കെ, ഞാനത് എൻ്റെ ഒരു കാര്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഐഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ദേ വാണ്ട് ടു ബി സക്സസ്ഫുൾ, അല്ലെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ബട്ട് അത് പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഓക്കെ, അതെന്നെ പേഴ്സണലി അഫക്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് എന്നാലും ഞാൻ അതൊന്ന് ഓക്കെ വൈ എന്നൊന്ന് ആലോചിച്ചൊരു കാര്യമാണ്. സോ റീസെൻ്റ്ലി ലൈക്ക് ഐ നോ ഞാൻ എങ്ങനെയാണ് വന്നത്, ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ പല കാര്യങ്ങളും ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, പല എൻ്റെ ലോ സിറ്റുവേഷൻസും എല്ലാം ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെനിക്ക് അവിടെ പ്രൊമോട്ട് ചെയ്യാൻ ആ രീതിക്കൊന്നുമല്ല, ബട്ട് ഐ വോണ്ട് ടു റിയലൈസ് മൈ സെൽഫ്. ഓക്കെ, ഞാൻ വന്ന സ്റ്റേജസ് എല്ലാം ഓക്കെ. ആൻഡ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്ന ഒരു കംഫർട്ട് സോണിലാണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഇരിക്കുന്നത്. ആൻഡ് അവർ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇൻസിഡൻറ്റ് പറയാം. സോ റീസെൻ്റ്ലി പേപ്പർ പ്ലെയിൻസിലേക്ക് ഹയറിങ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ആ ഒരു പൊസിഷൻസ് ഓപ്പൺ ചെയ്ത സമയത്ത് എന്നെ കുറേ പേര് ക്വസ്റ്റ്യൻ ചെയ്തു. എൻ്റെ അസോസിയേറ്റ് പാർട്ട്നേഴ്സും ഈവൻ ദോ എൻ്റെ ബ്രദേഴ്സ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു, ഇത്ര വലിയൊരു റിസ്ക് ഇപ്പോൾ എടുക്കണോ ആക്ച്വലി. കാരണം ഫോർ ഫ്രഷേഴ്സ് ഞങ്ങൾ ഓപ്പൺ ചെയ്തത് അറൗണ്ട് 20 പൊസിഷൻസാണ്. ഓക്കെ, ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു വൺ തിങ്. സോ ഇഫ് യു ആർ എ പേഴ്സൺ, okay, if you're an individual, like
നിങ്ങളൊരു കോളേജ് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളൊരു ജോലിക്ക് കയറാണ്. അവിടെ നിങ്ങൾക്കൊരു 20 or 25K സാലറി വരികയാണ്. ആൻഡ് ഈ ഒരു സാലറി വാങ്ങാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? ഓക്കെ, മേ ബി ഇത് കുറേ പേർക്ക് ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുമായിരിക്കും, ബട്ട് അല്ലെങ്കിൽ എന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കും, ബട്ട് ഇറ്റ്സ് എ റിയൽ തിങ് ആക്ച്വലി. സോ ഈ ഒരു സാലറി വാങ്ങാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത് ആക്ച്വലി? എക്സാക്ട്ലി. കാരണം ഇത് സെൽഫായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഞാൻ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. സോ വാട്ട് ഐ ഡു ഈസ്, ഞാൻ പറഞ്ഞ പോലെ ഞാൻ വന്ന സിറ്റുവേഷൻസ് എനിക്കറിയാം. സോ ഇതിന്ന് എനിക്ക് ഉണ്ടാവാത്തതും ആൻഡ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതും ഒരു പ്രോപ്പർ ട്രെയിനിങ്സ് ആണ് എനിക്ക് കിട്ടാത്തത്. സോ ഞാൻ പൊസിഷൻസ് ഓപ്പൺ ചെയ്തു. ആൻഡ് ഞാൻ ഫസ്റ്റ് പോയത് എൻ്റെ കോളേജിലാണ്. ഓക്കെ, ഞാൻ അവിടെ പഠിച്ചിറങ്ങി വിത്തിൻ 1 year ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ജൂനിയേഴ്സിനെ തന്നെ ഇൻ്റർവ്യൂ ചെയ്തു. സോ ഒരു ഐ തിങ്ക് അറൗണ്ട് 100+ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ. ഞാനൊരു 18 മെമ്പേഴ്സിന് സ്റ്റുഡൻസിനെ ഞാൻ ഓഫർ ലെറ്റർ കൊടുത്തു. യാ, പക്ഷെ ഞാനതിൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനതിൽ സാലറി മെൻഷൻ ചെയ്തില്ല. ഓക്കെ, ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു നോ സാലറിക്ക് വേണ്ടി ആരാ വരുന്നത്, അല്ലെങ്കിൽ അവരവരുടെ കരിയർ ചൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ കരിയർ ഒന്ന് വാട്ട് ടു സേ ഒരു നല്ല രീതിയിലേക്ക് ബിൽഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ആരാണെന്ന് എനിക്കറിയണം. ദാറ്റ്സ് വൈ ഞാൻ അവിടെ സാലറി മെൻഷൻ ചെയ്തില്ല. ഓക്കെ, ആൻഡ് സർപ്രൈസ്ലി ലൈക്ക് ഞാൻ വേറെ കോളേജസിലും പോയിട്ടുണ്ടായിരുന്നു, വേറെ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് സീറ്റ്സ് എല്ലാം പൊസിഷൻസ് എല്ലാം ഫില്ലായി. എനിക്ക് അതിലാകെ ജോയിൻ ചെയ്തത് 1%, just 1%. For all that 18 people? Yeah. Only one? Yeah, only one. Okay. സോ അവരെല്ലാം എൻ്റെ ജൂനിയേഴ്സാണ് ആക്ച്വലി. സോ എനിക്ക് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സോ പേപ്പർ പ്ലെയിൻസിനെ സംബന്ധിച്ചോളം പേപ്പർ പ്ലെയിൻസിന് വേണ്ടത് ഓഫ് കോഴ്സ് ഒരു കമ്പനിക്ക് വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. ഫ്രഷേഴ്സിന് ആവശ്യമില്ല. ടു ബി ഹോണസ്റ്റ് ഫ്രഷേഴ്സിന് ആവശ്യമില്ല. ഇവിടെ 2 തരത്തിൽ ആക്ച്വലി ഒരു പേഴ്സണെ ജോലി കിട്ടുന്നത്. ഒന്ന് ബേസ്ഡ് ഓൺ ദ സ്കിൽ ആൻഡ് സെക്കൻഡ് ബേസ്ഡ് അവൻ്റെ ഒരു വാട്ട് ടു സേ അവനെ കൊണ്ട് എന്താ കിട്ടുക ആ കമ്പനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് അവനെ യൂസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇത് കുറേ കോർപ്പറേറ്റ്സ് ചെയ്യുന്നുണ്ട്. മേ ബി കുറേ പേര് നെഗറ്റീവായിട്ട് ചിന്തിക്കും എന്നെക്കുറിച്ച്, ബട്ട് ദിസ് ഇസ് ദ റിയൽ തിങ്. ഇതിനെക്കുറിച്ച് അറിയാത്തത്. ആൻഡ് ഇപ്പോൾ BCA പഠിച്ചു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് കോളേജ് പ്ലേസ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ടു കോൾ സെൻറ്റർ, ഞാൻ ബ്രാൻഡ്സ് മെൻഷൻ ചെയ്യുന്നില്ല, ഫോർ കോൾ സെൻറ്റർ അല്ലെങ്കിൽ ടെലി കോളിംഗ്. സോ ഈ ടെലികോൾ ചെയ്യാനാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തിനാണ് പഠിക്കേണ്ട ആവശ്യം? ഓക്കെ, ഇത് ഒരു അതിനെക്കുറിച്ച് ബേസിക് നോളജ് ഉള്ള ഒരു പേഴ്സണ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ അവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാല്യൂ കളയണം ആക്ച്വലി. സോ ഈ ഒരു മെയിൻ മിസ്റ്റേക്ക് ആക്ച്വലി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റുഡൻസ് ആരും ജോയിൻ ചെയ്തില്ല. സോ വാട്ട് ഐ ഡിഡ് ഈസ് ഞാൻ അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തത് ഒരു 3 months ട്രെയിനിങ് ആണ്. ഞാൻ എൻ്റെ ഈ ഒരു 6 months ഞാൻ സഫർ ചെയ്തത് അവർക്ക് ഒരു എന്താ പറയുക ലൈക്ക് ഫുള്ളി ഈസി ആക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ലൈക്ക് ഓഫ് കോഴ്സ് എനിക്ക് ഒരു ഫ്രഷറിനെ വേണമെങ്കിൽ എനിക്ക് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കലും ഒരു റിയൽ ക്ലയൻ്റായിട്ട് നമുക്കൊരു ഫ്രഷറിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അത് ആ ക്ലയൻറ്റ് പോലും അക്സെപ്റ്റ് ചെയ്യില്ല ആക്ച്വലി, റൈറ്റ്? സോ ഈവൻ ദോ ഒരു കമ്പനിക്ക് ഒരു ക്ലയൻറ്റിനെ കിട്ടണമെങ്കിൽ തന്നെ ആ ക്ലയൻറ്റ് കമ്പനിയുടെ വാട്ട് ടു സേ നമ്മളുടെ കേസ് സ്റ്റഡീസാണ് ചോദിക്കുന്നത്. അത് പ്രോപ്പറാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ, ലൈക്ക് ദാറ്റ്. ആൻഡ് ഞാൻ അവിടെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫോർ 6 months ഈ 3 months കംപ്ലീറ്റ് ചെയ്തിട്ട് 3 months ട്രെയിനിങ്ങിൽ ഓഫ് കോഴ്സ് ഞാൻ റിസ്ക് എടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ലൈക്ക് അവർക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നോട്ട് ഒരു നോർമൽ ട്രെയിനിങ് അല്ല. ഇഫ് എ പേഴ്സൺ കംസ് ടു സെയിൽസ് മീൻസ് സെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. സോ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഫ്രം ദ സ്ക്രാച്ച് ഒരാളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഹാർഡ്. അതിനുവേണ്ടി ഞാൻ ഇൻപുട്ട് ചെയ്യേണ്ട മാൻ പവേഴ്സ്, എൻ്റെ ടൈം, ടീമിൻ്റെ ടൈം, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ അതുമാത്രമല്ല ആഫ്റ്റർ 3 months ഞാൻ പ്രിപ്പയർ ചെയ്ത് ഓക്കെ ഈ 3 months ഞാൻ അവിടെ കേപ്പബിൾ ആക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഇവർക്കെല്ലാം പ്ലേസ്മെൻറ്റ്സ് കൊടുക്കും. ഇപ്പോൾ പേപ്പർ ലെൻസിൽ തന്നെ കൊടുക്കും 3 months വിത്ത് എ ഗ്രേറ്റ് സാലറി. അതർ കമ്പനീസ് കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു രീതിയിൽ ഞാൻ കൊടുക്കും. കാരണം ദിസ് ഈസ് വാട്ട് ഐ തിങ്ക്. ഞാൻ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം നടത്തി അതിനുള്ള പ്ലാനിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ഞാൻ സെറ്റ് ആയിരിക്കാം. ഐ തോട്ട് ഓക്കെ എൻ്റെ സ്റ്റുഡൻസ് വരും.
പക്ഷെ ആരും വന്നില്ല. അവർ പക്ഷെ ഞാൻ ഒന്ന് റീതിങ്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ സാലറി മെൻഷനില്ല, 3 monthsന് മേ ബി വർക്ക് ചെയ്യിപ്പിച്ചിട്ട് വിടാം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് പോയത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഇവരെല്ലാം വർക്ക് ചെയ്യാൻ പോയ കമ്പനീസൊക്കെ വേറെയാണ്. ആൻഡ് ഞാനീ പറഞ്ഞ പോലെ ആർക്കാണ് പ്രോപ്പറായിട്ടൊരു ജോബ് കിട്ടുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഇഫ് യു ഹാവ് ദ സ്കിൽ ഒരു കമ്പനിയും മിസ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ, ആ ഗ്രാഫിക് ഡിസൈനറിന് ഇപ്പോൾ ഉള്ളൊരു കേരളത്തിൽ തന്നെ ഉള്ളൊരു വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് വാട്ട് ടു സേ, സാലറി ബേസ് നോക്കി തന്നെ നല്ല രീതിയിലുണ്ട് ആക്ച്വലി. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ സ്കിൽ ആക്ച്വലി. സോ ചെയ്യുന്ന ഏത് ഇൻഡസ്ട്രീസ് ആണെങ്കിലും സ്കില്ലില്ലെങ്കിൽ ആർക്കും ആവശ്യമില്ല. ആവശ്യമുള്ളത് കമ്പനി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ആൻഡ് സെയിം നിങ്ങളൊരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്തു, ആഫ്റ്റർ 1 year 2 year ബോണ്ട് നിങ്ങൾ ചെയ്തിട്ട് 2 years കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? സീറോ, വീണ്ടും സീറോയാ, എവിടെയല്ല. സോ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുമ്പോൾ അവിടെ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണം, എങ്ങനെയാണ് അത് എന്നുള്ള രീതിയിൽ. സോ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. You will have to do it alone. യങ്സ്റ്റേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു നീഡ് ടു ഡെവലപ്പ് എ സ്കിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് താല്പര്യം, ഇഫ് ഇറ്റ്സ് ഡിസൈനിങ് അതിൽ ഡെവലപ്പ് ചെയ്യുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ഓഫ് കോഴ്സ് ഇപ്പോൾ മെയിൻ AI, ഓക്കെ, ഡെയിലി എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ChatGPT ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ആൻഡ് ഈവൻ ദോ ChatGPT പ്രോപ്പറായിട്ട് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ച് ജസ്റ്റ് ആൻസർ എടുക്കുക. സെൽഫ് ഡൗട്ടാണ് ആക്ച്വലി. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേ. Exactly. How many people know how to give a good prompt? എക്സാക്ട്ലി. സോ ഫ്രീ ആയിട്ടുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആക്ച്വലി. ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൈഡ് ചെയ്യാനുള്ള ആരുമില്ല. അതാണൊരു മെയിൻ തിങ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ സെൽഫായിട്ട് ലേൺ ചെയ്യുക ആൻഡ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക. സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഓഫ് കോഴ്സ് കുറേ അധികം എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കോഴ്സസ് ഉണ്ട്, സ്കിൽ കോഴ്സസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ആൻഡ് സോ അവരായിട്ട് അസോസിയേറ്റ് ചെയ്യുക ആൻഡ് ബിൽഡ് എ സ്കിൽ. ഓക്കെ, കാരണം ഇപ്പോൾ ഒരു BCA അല്ലെങ്കിൽ ഒരു BPA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്കിൽ കോഴ്സും കൂടി ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് അബൌട്ട് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ പേപ്പർ പ്ലെയിൻസിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അല്ല നോക്കുന്നത്. ഓക്കെ, ആ പേഴ്സൺ ഇപ്പോൾ 10th കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, ബട്ട് ആൾക്ക് ഒരു സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും, അത് 100% ഷുവർ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഞങ്ങളവിടെ ഹയർ ചെയ്യും. It's about the capability. എക്സാക്ട്ലി. സോ നിങ്ങളെ യൂസ് ചെയ്യുന്നവരുടെ അടുത്തേക്ക് പോകാണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ആരാന്ന് നോക്കിയിട്ട് അവരുടെ അടുത്ത് പോവുക. ഓക്കെ, ആൻഡ് പേപ്പർ പ്ലെയിൻസ് ഈസ് നോട്ട് ഈസി ആക്ച്വലി. കാരണം ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാർക്കാണ് നമ്മളെ വിലയില്ലാത്തത്, റൈറ്റ്? സോ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കമ്പനീസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നവർ ആരാന്ന് മനസ്സിലാക്കണം ഫസ്റ്റ്. ഓക്കെ, അതെവിടെയാണെങ്കിലും, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും, ഏത് വർക്ക് ആണെങ്കിലും. സോ ബിൽഡ് യുവർ സെൽഫ്. So Stephen whole through പറഞ്ഞ പോലെ aeroplanes must be hard, aeroplane must be difficult, but paper planes makes it even more easier, and I hope together everyone can fly with paper plane, and I hope every good thing and all the best for your paper planes. And Stephen, thank you for joining CO Square. Thank you.